ഹായ് ഹലോ അങ്ങനെ കെട്ടിയവനും കെട്ടിയവളും മോനും ഒക്കെ ആയിട്ട് രാത്രിയിൽ ഒരു കുഞ്ഞ് കറക്കമാണ് കേട്ടോ. എവിടെ പോകാമെന്നറിയാവോ? ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട്. ഒന്നാണെങ്കിൽ ഷെഫിക്കൊരു കണ്ണാടി നോക്കാൻ വേണ്ടി പോകണം. പിന്നെ രണ്ടാമത്തത് എനിക്കാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്നാണെങ്കിൽ സാരി കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ. അതാണെങ്കിൽ ഓഗസ്റ്റിൽ ഓർഡർ ചെയ്തതാണേ. അപ്പോൾ നാട്ടിൽ നിന്ന് അങ്ങനെ ആരും വരുന്നവരില്ലാത്തത് കൊണ്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഇപ്പം നവംബർ ആയി കേട്ടോ. കുറേ ഡിലേ ആയി, 3 മാസം ഡിലേ ആയി. അപ്പം ആ ഒരു സാരി വാങ്ങാൻ വേണ്ടി പോകണം. അതിന് ശേഷമാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോകാനുണ്ട്. അങ്ങനെ മൂന്ന് ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. കണ്ണാടി വാങ്ങാൻ പോകുമെന്ന് പറഞ്ഞാൽ ഷെഫിക്കാണെങ്കിൽ കുറേ നാളായിട്ട് ഒരു റെയ്ബാൺ വാങ്ങണമെന്ന് വലിയ ആഗ്രഹമാണ് കേട്ടോ. അപ്പം എപ്പോഴും ഞാൻ വാങ്ങാമെന്ന് പറയുമ്പോൾ ഷെറിഫി പറയും വേണ്ട കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബ്ലാക്ക് ഫ്രൈഡേ വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഈ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുമ്പം ഇവിടെ വേൾഡ് വൈഡ് പിന്നെ ഓഫേഴ്സ് ഉള്ളതാണല്ലോ. അപ്പോഴാണെങ്കിൽ ഷെഫി പറഞ്ഞു നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേക്ക് നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അട്രിയം മാളിൽ പോയി അവിടെ ക്ലിയർ വിഷനിൽ പോയിട്ട് ഒരു കണ്ണാടി നോക്കി കേട്ടോ. കുറേ കണ്ണാടി നോക്കി, അതിനകത്ത് ഷെവിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ആ ടൈം കൊണ്ട് ഞാനാണെങ്കിൽ അവിടെയുള്ള ഗ്ലാസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി കേട്ടോ. റെയ്ബാൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നും ഒരു ഹരമല്ലേ. പണ്ട് സ്പടിക ഇറങ്ങിയ ടൈമിലെ നമുക്ക് റെയ്ബാൺ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ നല്ല കോസ്റ്റ്ലിയാണ് റെയ്ബാൺ. നമുക്കൊരു ഓഫർ വരുന്ന അത് ഓഫർ അങ്ങനെ വരുത്തതുമില്ല. ഉള്ളി ബ്ലാക്ക് ഫ്രൈഡേക്ക് മാത്രമേ ഓഫർ വരുത്തുള്ളൂ. ആ ഒരു ടൈമിൽ നമുക്ക് റെയ്ബാൺ വാങ്ങാനും പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ വാങ്ങിച്ചില്ല, കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി റെയ്ബാണുണ്ട്. അപ്പം ഞാനതാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. കുറച്ച് ലൂസായിരുന്നു എൻ്റെ ഒരു കണ്ണാടി. അങ്ങനെ അതൊന്ന് മുറുക്കാൻ കൊടുത്തു. ആ നേരം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് 1-2 ഇട്ട് നോക്കി കേട്ടോ. ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ആ നേരം കൊണ്ട് അബ്ദുള്ളയ്ക്ക് എനിക്ക് കണ്ണാടി വേണമെന്ന് പറഞ്ഞാൽ അബ്ദുള്ളയെ 1-2 കണ്ണാടിയൊക്കെ ഇട്ട് നോക്കി. അതിന് ശേഷം ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് പേയ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലുലുവിൻ്റെ അവിടെ ഒരു സൈഡിനാണെങ്കിൽ, ഇത് ലുലുവിനുള്ളിലാണ് ഈ ഒരു ഷോപ്പ് കേട്ടോ. അപ്പോൾ ലുലുവിൻ്റെ സൈഡിലാണെങ്കിൽ ഇപ്പം ക്രിസ്മസ് ഒക്കെ വരുമല്ലോ, നിറയെ ക്രിസ്മസ് ട്രീയും ഒരു ഇതൊക്കെയാണ് കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേനും അബ്ദുള്ളയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റൊക്കെ കാണുന്നത്. അങ്ങനെ അവിടെ പോയി ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് നമ്മളാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാട്ടിൽ നിന്നൊരു ഫ്രണ്ട് വന്നിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് സാരി വാങ്ങണമായിരുന്നു. അങ്ങനെ ആ സാരി എടുത്ത് അപ്പോഴത്തേനും അബ്ദുള്ളയാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുവാണ് കേട്ടോ. അപ്പം അബ്ദുള്ളയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അവനുള്ള ഫുഡ് വാങ്ങിച്ച് കഴിച്ച് കുറച്ച് കഴിച്ചോളൂ വണ്ടി ഇരുന്നിട്ട്. അപ്പോഴത്തേനും അവൻ ഉറങ്ങിപ്പോയി. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ സാരിയൊക്കെ നോക്കുവാണ് കേട്ടോ. ഇതാണെങ്കിൽ ജോർജറ്റ് ടൈപ്പ് ഒരു മെറ്റീരിയലാണ്, നമ്മുടെ സ്കിന്നുമായിട്ട് നല്ല അറ്റാച്ച്ഡ് കിടക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ റെഡും ബ്ലാക്കും ആണ്. പക്ഷേ റെഡും ബ്ലാക്കും ഓൾറെഡി എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയത് കൊണ്ടുണ്ടല്ലോ, ഇതിപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പം അവരെനിക്ക് അത് മാറ്റി വേറെ കളർ കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ ഈ സാരി ഇഷ്ടമായിട്ടുണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഓൾറെഡി എനിക്ക് റെഡും ബ്ലാക്കും ഉള്ളതുകൊണ്ട് പിന്നെ എന്തായാലും ഇത് എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.